Hello, my dears. Welcome back to my YouTube channel. Virtual hugs to all of you out there. Thank you for choosing to watch this video. നിങ്ങളുടെ വീഡിയോ സെഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ കോൺസ്റ്റൻ്റ്ലി കാണുന്നുണ്ട്, ബട്ട് ചില കാര്യങ്ങൾ കാരണം ഡിലേ ആയി പോകുന്നതാണ്. പ്ലീസ് ഡോണ്ട് മൈൻഡ്, ഓക്കെ? അതിൽ ദേഷ്യം സങ്കടം ഒന്നും തോന്നരുത്. നമ്മുടെ ഡേ ടു ഡേ ഇതിൻ്റെയൊക്കെ ഇതിൽ വിട്ടു പോകുന്നതാണ്, വേറൊന്നുമല്ല. സോ എനിവേ, സോ ഇന്നത്തെ വീഡിയോ ഈസ് ഓൾസോ വൺ എമംഗ് ദ മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദാറ്റ് ഈസ് പീരിയഡ് സ്റ്റോറി, മൈ പീരിയഡ് സ്റ്റോറി. സോ എനിക്കറിയത്തില്ല, ഒരു കുഞ്ഞു കുട്ടിയാണോ എന്നോട് ചോദിച്ചത് എന്ന് എനിക്കറിയത്തില്ല. ചേച്ചിയുടെ പീരിയഡ് സ്റ്റോറി ഷെയർ ചെയ്യാവോ എന്ന് പറഞ്ഞു. അതൊരു വ്ളോഗായിട്ട് ചെയ്യാവോ, നമ്മളായിട്ട് നമ്മുടെ ആ പീരിയഡ് സ്റ്റോറി എങ്ങനെയാണ്, അതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ട് ഷെയർ ചെയ്യാവോ എന്ന് ചോദിച്ചിട്ട് കമൻറ്റ് ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു പഴയ വ്ളോഗിൽ. സോ ഞാൻ ഈ പറഞ്ഞ പോലെ അത് അപ്പം ഞാൻ പുള്ളിക്കാരത്തേക്ക് റിപ്ലൈ കൊടുത്തു. ആൻഡ് ബാക്കി വീഡിയോസ് എനിക്ക് അതിൻ്റെ കാര്യത്തിൽ അങ്ങനെ വിട്ടുപോയി. ആൻഡ് ദെൻ പിന്നീട് ഇതുപോലെ ഇടയ്ക്ക് വീണ്ടും എനിക്ക് മെസ്സേജ് ചെയ്തു, പ്ലീസ് ഡു ദാറ്റ് വീഡിയോ എന്നിട്ട് ആ കമൻറ്റ് ചെയ്ത ആൾ ഓൾറെഡി കമൻറ്റ് ചെയ്ത് ഞാൻ റിപ്ലൈ കൊടുത്തതിൻ്റെ താഴെ തന്നെ വീണ്ടും വന്ന് എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്ലീസ് ഡു ഇറ്റ് സൂൺ എന്ന് പറഞ്ഞിട്ട്. സോ അപ്പോഴാണ് ഞാനും പെട്ടെന്ന് റിയലൈസ് ചെയ്ത്, ഓ യെസ് ശരിയാണ്, പുള്ളിക്കാർ ഇത് അന്ന് ചോദിച്ചതാണ്. ആൻഡ് ഞാനിതുപോലെ ഇത് വന്ന് ഡിലേ ആയി പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ സോറി ഫോർ ദാറ്റ്. സോ ഐ തോട്ട് ഇന്ന് എന്തായാലും അത് ചെയ്യാമെന്ന്. സോ യെസ്, സോ അതാണ് ഇന്നത്തെ വീഡിയോ. ഇതിലിപ്പം സ്റ്റോറി എന്ന് പറയുന്നത് ഒരുപാട് സംസാരിക്കാനുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. എനിവേസ് എനിക്ക് ഓർമ്മയുള്ള കാര്യങ്ങൾ ഐ വിൽ ഷെയർ വിത്ത് യു. ഇത് ബാക്കിയുള്ളവർക്ക് എത്രത്തോളം എക്സൈറ്റിംഗ് ആണ്, അല്ലെങ്കിൽ ലൈക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്നൊരു വ്ളോഗ് ആയിരിക്കുമോ എന്ന് എനിക്ക് അറിയത്തില്ല. എല്ലാവരുടെയും സജഷൻസും അക്സെപ്റ്റ് ചെയ്ത് ചെയ്യണമെന്ന്. സോ ഞാൻ പീരീഡ്സ് ആകുന്നു ഫസ്റ്റ് ടൈം എൻ്റെ ലൈക്ക് എനിക്ക് മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തത് ഞാൻ 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ്. എത്ര വയസ്സാകുമ്പോൾ 12 or 13 അല്ലേ 7th സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ. സോ ദ വേഴ്സ്റ്റ് പാർട്ട് വാസ്, ആ ടൈമിൽ എൻ്റെ അമ്മ എൻ്റെ കൂടെ ഇല്ലായിരുന്നു. അമ്മ നേഴ്സാണ്. സോ ആ ടൈമിൽ അമ്മ സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ടൈമായിരുന്നു. നൗ അച്ഛനും അമ്മയും കൂടിയിട്ട് ഫാമ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അവരുടെ തന്നെ ഫാമ ഡിസ്ട്രിബ്യൂഷൻ. സോ അമ്മ റിസൈൻ ചെയ്തിട്ട് അതിലാണിപ്പം ഒരു 4 yearsോളം ആയിട്ട് അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. സോ അതുവരെ ഷീ വാസ് ലൈക്ക് സ്റ്റാഫ് നേഴ്സ്, ദെൻ നഴ്സിംഗ് സൂപ്പർവൈസർ, സൂപ്രണ്ടൻ്റൊക്കെ ആയിട്ടാണ് അമ്മ റിട്ടയർ ചെയ്തത്. സോ ഈ ബിസിനസ് തുടങ്ങിയ സമയത്ത് ലൈക്ക് നമുക്ക് ഒരു ഇതിൻ്റെ പ്രൊപ്പറേറ്ററായിട്ട് ഇരിക്കുമ്പോഴത്തേക്കും വേറെ ഒന്നിൽ വർക്ക് ചെയ്യാൻ പാടില്ല എന്നൊരു റൂൾ ഉള്ളത് കൊണ്ട്, സിൻസ് ഇറ്റ്സ് എന്താ പറയുക മെഡിസിൻ റിലേറ്റഡ് കൂടി ആയതുകൊണ്ടാണ് കേട്ടോ, ഒരുപാട് സ്ട്രിക്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. സോ അങ്ങനെ കൂടി ആയതുകൊണ്ട് ഷീ റിസൈൻഡ് ആൻഡ് കണ്ടിന്യൂ ടു ബി നൗ ലൈക്ക് ഓൺട്രപ്രണർ. സോ ആ സമയത്ത് അമ്മ സ്റ്റാഫ് നേഴ്സ് ആയിരുന്നു ആൻഡ് ഷീ വാസ് നോട്ട് ഹിയർ. അമ്മ എബ്രോഡ് ആയിരുന്നു ആ സമയത്ത്, മാൽഡീവ്സിലായിരുന്നു. അവിടെ അമ്മ വർക്ക് ചെയ്യുന്ന ടൈമായിരുന്നു. ഞാനൊരു 5th സ്റ്റാൻഡേർഡ് ആയപ്പോഴാണ് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്ന് അമ്മ പോകുന്നത്. ആൻഡ് ഒരു ഇയർലി വൺസ് ഒരു കഷ്ടിച്ച് 1 month എന്ന് പറയാം, 1 month ഒരു 30 days പോലും കാണത്തില്ല. ഹാർഡ്ലി 20 to 25 daysനകത്തൊക്കെ ചിലപ്പോൾ ലീവ് കിട്ടിയാൽ കിട്ടി, ഇയർലി വൺസ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും വരുമായിരുന്നു അമ്മ. സോ എനിക്ക് ഭയങ്കര സങ്കടവും കാര്യമൊക്കെ ആയിരുന്നു. അയ്യോ, അമ്മ പോകുന്ന സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ ഈവൻ ഐ ടിൽ റിമെമ്പർ ദാറ്റ് ഡേറ്റ്. അമ്മ പോയി മീൻസ് ലൈക്ക് അമ്മ എയർപോർട്ടിൽ കൊണ്ടുവിട്ടിട്ട് ദാറ്റ് ഡേ ഓർ നെക്സ്റ്റ് ഡേ അതെനിക്ക് ഓർമ്മയില്ല. ബട്ട് ഇതുപോലെ ഞാനൊരു ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് എനിക്ക് സങ്കടം അടക്കാൻ പറ്റാതെ ഞാൻ ലാസ്റ്റ് ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ആൻഡ് ക്ലാസ് ഇസ് ഓൾസോ ഗോയിങ് ഓൺ. ഭയങ്കര സങ്കടമൊക്കെ ഒന്നിങ്ങനെ കടിച്ച് പിടിച്ച് അങ്ങനെയൊക്കെ ഇരുന്നിട്ട് പെട്ടെന്ന് തുറന്ന് ഒരു ഫ്ലൈറ്റ് പോകുന്ന സൗണ്ട് എന്തോ കേട്ടപ്പോഴത്തേക്കും പൊട്ടിപ്പോയി ഞാൻ. ആൻഡ് ഭയങ്കര കഷ്ടപ്പെട്ട് കടിച്ചു പിടിച്ചിരുന്നത്. ഈവൻ ക്ലാസ് പൊക്കിക്കൊണ്ടിരുന്നിട്ട് ഞാൻ എങ്ങനെയൊക്കെയോ കരഞ്ഞു കേട്ടോ. ആൻഡ് പക്ഷേ ടീച്ചർ ശ്രദ്ധിച്ചില്ല എന്നൊക്കെ തോന്നുന്നു. എനിക്കിപ്പം അത് കൂടുതൽ ഓർമ്മ. പക്ഷേ ഈ കരഞ്ഞത് മാത്രമേ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഫ്രണ്ട്സൊക്കെ വന്ന് ചോദിക്കുന്നതും അവർക്കൊക്കെ അറിയാം. ആൻഡ് ആ ക്ലാസ്സിൽ ഇടയ്ക്ക് എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു എൻ്റെ ഹിന്ദി ടീച്ചർ ആ സമയത്ത് 5th സ്റ്റാൻഡേർഡിൽ. സോ ആ സമയത്ത് ഒരു പോയം ഉണ്ടായിരുന്നു, അമ്മയെക്കുറിച്ചിട്ടുള്ള ഒരു പോയമാണ് കേട്ടോ. സോ അത് പഠിപ്പിക്കുന്ന സമയത്ത് ടീച്ചർ ചുമ്മാ റാൻഡംലി ചോദിച്ചു, ആരുടെയെങ്കിലും അമ്മ എബ്രോഡ് വർക്ക് ചെയ്യുന്നുണ്ടോ? ആൻഡ് ദ ഹോൾ ക്ലാസ് വാസ് സൈലൻറ്റ്. എൻ്റെ കൈ മാത്രമേ ഇങ്ങനെ പൊങ്ങി, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് ഷീ നോട്ടിസ്ഡ് ദാറ്റ് ഐ ആം സാഡ് അബൌട്ട് ദാറ്റ് എന്നുള്ളത്, ഐ തിങ്ക്. ബിക്കോസ് അത് കഴിഞ്ഞിട്ട് അത് കുഴപ്പമില്ലല്ലോ, നമുക്ക് വേണ്ടിയിട്ടല്ലേ, നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് ഷീ കൺസോൾഡ് മീ. ആൻഡ് ലേറ്റർ എൻ്റെ അടുത്ത് പറഞ്ഞു ബ്രേക്ക് ടൈമിൽ എൻ്റെ സ്റ്റാഫ് റൂമിൽ വന്ന് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സ്റ്റാഫ് റൂമിൽ മീറ്റ് ചെയ്യാൻ പോയപ്പോഴത്തേക്കും സങ്കടമുണ്ടോ, അങ്ങനെ വിഷമിക്കൊന്നും വേണ്ട അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്നെ സപ്പോർട്ട് രീതിയിലൊക്കെ പുള്ളിക്കാരി സംസാരിച്ച് ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ. ഷീ വാസ് സോ സ്വീറ്റ്. എനിവേസ്, സോ നമ്മൾ പീരിയഡ് സ്റ്റോറി പറയാൻ വന്നിട്ട് ഞാൻ എൻ്റെ അമ്മ പോയ സ്റ്റോറി പറഞ്ഞുകൊണ്ടിരിക്കും. എനിവേസ്, കമ്മിങ് ബാക്ക്. സോ അപ്പോൾ ഞാൻ ആസ് ഐ വാസ് സെയിങ്, അപ്പോൾ അമ്മ എബ്രോഡായിരുന്നു. അപ്പോൾ ഞാനിതുപോലെ എനിക്ക് ആ സമയത്ത് പീരിയഡ്സിനെ കുറിച്ച് കൂടുതൽ ഒന്നും അറിയത്തില്ല. ബട്ട് ഐ നോ ഓക്കെ ഇങ്ങനൊരു സംഭവം ഉണ്ട്, ബട്ട് അത് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും അറിയത്തില്ല. അതൊക്കെ ഓഫ് കോഴ്സ് കുറേ ഏജ് കഴിഞ്ഞിട്ടാണ് മനസ്സിലാക്കി തുടങ്ങിയത്. സോ അമ്മ എബ്രോഡ് ആയതുകൊണ്ട് എൻ്റെ വീട്ടിൽ ഞാനുണ്ട്, അച്ഛനുണ്ട്,
ചേട്ടൻ ഐ തിങ്ക് മോർണിംഗ് ഞാൻ സ്കൂളിൽ പോകാൻ റെഡി ആവുമായിരുന്നു. ചേട്ടൻ ആ സമയത്ത് വർക്കിന് പോയി എന്ന് തോന്നുന്നു. അമ്മൂമ്മ ഉണ്ടായിരുന്നു, ബിക്കോസ് അമ്മ ഇല്ലാത്തതുകൊണ്ട് അമ്മൂമ്മ ഉണ്ട് ആ സമയത്ത് വീട്ടിൽ. സോ അങ്ങനെ മോർണിംഗ് ഞാനിതുപോലെ ഒരു ദിവസം ലൈക്ക് നമ്മൾ യൂഷ്വലി സ്കൂളിൽ പോകാൻ എണീക്കുന്ന ടൈമിൽ എണീക്കുന്നു, ലൈക്ക് ബാത്റൂമിൽ പോയി ഫ്രഷ് ആവുമല്ലോ. സോ ആ ഫ്രഷ് ആവാൻ പോകുന്നു, ലൈക്ക് പല്ല് തേക്കാനും അങ്ങനത്തെ നമ്മുടെ യൂഷ്വൽ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്ന സമയത്താണ് ഐ നോട്ടിസ്ഡ് ലൈക്ക് ഒരു യൂഷ്വലി നമുക്ക് വരുന്ന വെജൈനൽ ഡിസ്ചാർജ് ഒരു വൈറ്റ് ആ ഒരു കളർ ആയിരിക്കുമല്ലോ. സോ ദിസ് വെൻ ഐ നോട്ടിസ്, ഞാൻ പെട്ടെന്ന് പേടിച്ചു. ഒരു ലൈറ്റ് ബ്രൗണിഷ് ഒരു ഡിസ്ചാർജ് പോലെ വന്നു. ഐ വാസ് ലൈക്ക് അയ്യോ എന്തായത് എന്നുള്ളൊരിതിൽ, മീൻസ് ലൈക്ക് ഞാൻ പറയാം എനിക്ക് ചെറുതായിട്ടൊക്കെ അറിയാം, ബട്ട് സ്റ്റിൽ ഐ എം നോട്ട് സോ മച്ച് അവെയർ ഓഫ് ഇറ്റ്. 7th സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ കുഞ്ഞല്ലേ. സോ ആൻഡ് ഐ തിങ്ക് ഇന്നത്തെ ജനറേഷൻ വിൽ ബി ഫാർ ബെറ്റർ ദാൻ ലൈക്ക് നമ്മുടെയൊക്കെ ആ ടൈമിലുള്ളതിനേക്കാൾ. ഇന്ന് കുഞ്ഞു പിള്ളേർ തന്നെ ഓരോന്ന് കാണിക്കുന്നുണ്ടെന്ന് നോക്കി ശരി ഈ ഏജിലൊക്കെ നമ്മൾ എന്നിട്ട് എന്തായിരുന്നു കാണിച്ചിട്ടുണ്ട്. എനിവേസ് അപ്പോൾ അങ്ങനെ ഞാൻ ഇത് കണ്ടിട്ട് ഞാൻ ഫ്രഷനപ്പായിട്ട് ഞാൻ നേരെ അമ്മൂമ്മയുടെ അടുത്താണ് ആദ്യം പോയി പറഞ്ഞത്. ഐ ഗസ് അമ്മൂമ്മ കിച്ചണിലായിരുന്നു. സോ അമ്മയുടെ അടുത്ത് ഞാൻ പോയിട്ട് അമ്മൂമ്മ ഇങ്ങനെയാണ്. അപ്പോൾ അമ്മൂമ്മ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അമ്മ എന്നെ ഇങ്ങനെ തോളിലിങ്ങനെ പിടിച്ചിട്ട് നീ എന്താ പറയുക, നമ്മൾ മറ്റേ ഇങ്ങനെ വെൽക്കം ടു വുമൺഹുഡ് എന്ന് പറയുന്ന പോലെ ഷി വാസ് ലൈക്ക് സോ പ്രൗഡ് ആൻഡ് ഹാപ്പി പുള്ളിക്കാരുടെ ഫേസ് കാണുമ്പോഴത്തേക്കും. എൻ്റെ അമ്മയുടെ അമ്മയാണ് കേട്ടോ ഞാൻ അമ്മ എന്ന് പറഞ്ഞത്. അച്ഛൻ്റെ അമ്മ ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ലൈക്ക് മരിച്ചുപോയി. സോ എനിക്ക് ഗ്രാൻഡ് മദറായിട്ട് അമ്മമ്മ എന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അച്ഛൻ്റെ അച്ഛനുണ്ടായിരുന്നു, പുള്ളിക്കാരനും ഞാൻ 3rd സ്റ്റാൻഡേർഡൊക്കെ പഠിക്കുമ്പോഴത്തേക്കും പുള്ളിക്കാരൻ മരിച്ചുപോയി. സോ എനിക്ക് 2 സൈഡിൽ നിന്നും ഒരാളെ ഉണ്ടായിരുന്നു. ലൈക്ക് അച്ഛൻ്റെ സൈഡിൽ നിന്ന് അച്ഛൻ്റെ അച്ഛൻ മാത്രവും, അമ്മയുടെ സൈഡിൽ നമ്മുടെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മയുടെ അച്ഛനും ചേട്ടൻ ജനിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പുള്ളിക്കാരനും മരിച്ചുപോയി. സോ എനിവേസ്, സോ അഗെയിൻ കമ്മിങ് ബാക്ക്, സോ ഷി വാസ് വെരി ഹാപ്പി. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പോൾ മക്കളെ നീ സ്കൂളിൽ പോകണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ ആണോ എന്നായോ എന്നൊക്കെ ഉള്ളതിൽ നിന്നിരുന്നു. അപ്പോൾ എന്നിട്ട് നീ അച്ഛൻ്റെ അടുത്ത് പറയാന്നുള്ളതിൽ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് എനിക്ക് ഇങ്ങനത്തെ കാര്യം പറയാൻ മടി അല്ലെങ്കിൽ അങ്ങനെയൊന്നും എനിക്കില്ലായിരുന്നു. ബിക്കോസ് ആസ് ഐ സെഡ് അമ്മ ഇല്ലാത്തത് കൊണ്ട് തന്നെ, ആ സമയത്ത് അമ്മ ഇല്ലാത്തതുകൊണ്ട് അച്ഛൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നോക്കി ചെയ്തുകൊണ്ടിരുന്നതും. ഹി നെവർ മെയ്ഡ് എസ് ഫെൽ ദാറ്റ് എന്താ പറയുക ആ ഒരു അമ്മയില്ല എന്നുള്ള കുറവും. ഓഫ് കോഴ്സ് ആ സങ്കടവും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ട്. എന്ത് പറഞ്ഞാലും അമ്മയാണ്, അച്ഛനാണ്, അങ്ങനെയൊക്കെ തന്നെയാണ്, ഇല്ലെന്നല്ല. ബട്ട് മാക്സിമം എന്താ പറയുക നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് എങ്ങനെ അത് ഓരോ കാര്യങ്ങൾ പോകാൻ പറ്റുമോ എല്ലാം ഹി വാസ് റൈറ്റ് ദെയർ ഫോർ മീ ലൈക്ക് എല്ലാത്തിനും. സോ അപ്പോൾ ഞാൻ അച്ഛനോട് പോയിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഓക്കെ കൺഫേം, ബിക്കോസ് എനിക്കും ഇതൊരു ഡൗട്ടാണല്ലോ, ഫസ്റ്റ് ടൈമാണ്, എങ്ങനെയാണ് നമുക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഞാൻ വെച്ചാൽ ഇങ്ങനെയാണ്. അപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞു ലീവ് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛനും ഞാനൊക്കെ എന്ന് വെച്ചാൽ എന്തെങ്കിലും വന്നാലും ചുമ്മാ അങ്ങനെ ലീവൊന്നും എടുക്കണ്ട എന്നുള്ളൊരു കാര്യം. പണ്ട് തൊട്ട് മാക്സിമം ലീവൊന്നും ഞാൻ എടുക്കാറില്ല. തീരെ എണീക്കാൻ വയ്യാതാവുമ്പോൾ ലീവ് എടുക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ആകുമ്പോൾ സ്കൂളിൽ തിരിച്ച് വരിക അങ്ങനെയൊക്കെ ഉള്ളൂ മാക്സിമം. സോ അങ്ങനെ അച്ഛനോട് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു അത്ര കൺഫേംഡ് അല്ല എന്നുണ്ടെങ്കിൽ നീ ലീവ് എടുക്കണ്ട, സ്കൂളിൽ പോകുമെന്ന് പറഞ്ഞു. എന്നിട്ട് ലൈക്ക് ഇഫ് ദർ ഇസ് എനിത്തിങ് ആൻഡ് ഇഫ് ഇറ്റ്സ് കൺഫേംഡ് ആണെന്നുണ്ടെങ്കിൽ പിക്ക് ചെയ്യാൻ തിരിച്ച് വരാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ ശരി. ആൻഡ് പാഡ് ഒക്കെ ഉണ്ടായിരുന്നു ഓൾറെഡി. സോ അച്ഛൻ ആ സമയത്ത് ഒരു ബിസിനസ്സിലും ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൽ പ്രോഡക്റ്റായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ ഈ എല്ലാവരും കേട്ടിട്ടുണ്ടാവും എനിക്കിപ്പം ഈ മോഡി കെയർ മറ്റേ ആംബേ പോലെയൊക്കെ മോഡി കെയർ പണ്ട് അച്ഛൻ ഉണ്ടായിരുന്നു കേട്ടോ. സോ ഇതൊക്കെ കുറേ കൂടെ കഴിഞ്ഞിട്ടാണ്. സോ ഈ സമയത്ത് വിനലൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി ചൈന പ്രോഡക്ട്സ് ആണ്. ദ ബെസ്റ്റ് പാഡ് ഐ ഹാവ് യൂസ്ഡ് ടിൽ ഡേറ്റ്. അത്ര കിടിലം സാധനമാണ് അത്. പിന്നെ എന്തെങ്കിലും അതിനെക്കുറിച്ച് പറയുമ്പോൾ വേണമെങ്കിൽ ഞാൻ നോക്കിയിട്ടെങ്കിൽ പറഞ്ഞുതരാം. ആനിയോൺ എന്നായിരുന്നു കേട്ടോ ആ ഒരു അവരുടെ പാഡിൻ്റെ പേര്. അപ്പോൾ അത് കിട്ടാനില്ല, ബിക്കോസ് സ്റ്റോക്കൊക്കെ നിന്ന് പോയത്തേക്ക് ഈ ചൈന ഓരോ ഇഷ്യൂസൊക്കെ വന്നപ്പോൾ അതിൽ ഇതാണെന്ന് തോന്നുന്നു. എനിവേസ്, സോ ചൂടെടുക്കുന്നു എനിക്ക്. മൈക്ക് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഫാൻ ഇടാൻ പറ്റത്തില്ലല്ലോ. സോ എനിവേസ് ഓക്കെ. സോ അങ്ങനെ ഐ വെൻറ്റ് ടു സ്കൂൾ. ഞാൻ പറഞ്ഞു പാഡ് ഉണ്ടായിരുന്നു. സോ പാഡ് വെച്ചിട്ട് ഞാൻ സ്കൂളിൽ പോയി. അപ്പം പാഡ് പോലും എനിക്ക് എങ്ങനെ യൂസ് ചെയ്യണം അങ്ങനെയൊന്നും എനിക്ക് വലിയ ഐഡിയ ഇല്ല. ബട്ട് ഞാനത് കണ്ട് മനസ്സിലാക്കി ഓക്കെ ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഐ വെൻറ്റ് ടു സ്കൂൾ. അപ്പോൾ രാവിലെ അമ്മയെ വിളിച്ചൊന്നുമില്ല. സ്കൂളിൽ പോകുന്നതിൻ്റെ തിരക്കിൽ അങ്ങനെ കോൾ ചെയ്യാനോ അങ്ങനെ നിന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് മേ ബി അച്ഛൻ പറഞ്ഞിട്ടുണ്ടാവണം. സോ സ്കൂളിൽ പോയി കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടി ടോയ്ലറ്റിൽ പോയി കൺഫേം ചെയ്യാൻ. അപ്പോൾ പോയപ്പോഴത്തേക്കും സ്റ്റിൽ ഐ ഹാവ് ദിസ് പാഡിലൊക്കെ ആവുന്നുണ്ട്. ബട്ട് റെഡ് കളർ ആയിട്ടില്ല, ആ ഒരു ഡാർക്ക് ബ്രൗൺ അങ്ങനത്തെ ഒരു തന്നെയാണ്. അപ്പം ആൻഡ് എനിക്ക് വയറുവേദനയും എടുക്കാൻ തുടങ്ങി. ഭയങ്കര പെയിൻ അല്ല, ബട്ട് സ്റ്റാർട്ടഡ് ലൈക്ക് ഇവഞ്ച്വലി. അപ്പം എനിക്കിതെല്ലാം ന്യൂ ആണല്ലോ. സോ ഞാൻ എൻ്റെ കൂടെയുള്ള മിക്ക ഫ്രണ്ട്സും ഓൾറെഡി പീരീഡ്സൊക്കെ ആയവരാണ്. സോ എന്നെക്കാളൊക്കെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറേ പേരുണ്ടായിരുന്നു അതിന് മുന്നേ ഒക്കെ ആയവരെ. സോ ഐ ഷെയർഡ് ദിസ് വിത്ത് വൺ ഓഫ് മൈ ഫ്രണ്ട് ഹു വാസ് സിറ്റിംഗ് നെക്സ്റ്റ് ടു മീ. അപ്പോൾ എൻ്റെ അടുത്ത് കുട്ടിയെടുത്ത് ഞാനിങ്ങനെ പറഞ്ഞു എടാ ഇങ്ങനെയാണ്. അപ്പോൾ ഷീ വാസ് ലൈക്ക് നിനക്കെന്താ വട്ടാണ്, എന്നിട്ടാണ് നീ സ്കൂളിൽ വന്നേ, നിനക്ക് ലീവ് എടുത്തോടെ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇങ്ങനെയാണ് അതുകൊണ്ടാണ് വന്നത്.
അത് എങ്ങനെ ശരിയാവും, അപ്പോൾ എന്തിനു ചോദിക്കും പെയിൻ ഉണ്ടോ ആൻഡ് ഈ എങ്ങനെയാണ് അതിൻ്റെ ലൈക്ക് കളർ ടെക്സ്ചർ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. സോ അങ്ങനെ ചോദിച്ചു. അപ്പോൾ എന്നിട്ട് ഷി വാസ് ലൈക്ക് നീ പെട്ടെന്ന് ക്ലാസ് ടീച്ചറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നീ ലീവ് എടുത്ത് വീട്ടിൽ പോ, അങ്ങനെയായിരുന്നു. അപ്പോൾ എനിക്ക് ടെൻഷനായിരുന്നു, എനിക്ക് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ എനിക്ക് ഫസ്റ്റ് ബ്രേക്ക് വന്നപ്പോഴാണ് ഞാൻ ടോയ്ലറ്റിൽ പോയിട്ട് അത് കൺഫേം ചെയ്യുന്നത് കേട്ടോ. സോ ഐ തിങ്ക് നമുക്ക് 9 മണിക്കാണല്ലോ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഒരു 8:45 ഞാൻ സ്കൂളിലെത്തി, വാനിലാണ് പോകുന്നത്. സ്കൂളിലെത്തി ഐ തിങ്ക് 11 ആദ്യത്തെ 2 പീരീഡ് കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു സ്കൂളിൽ ഫസ്റ്റ് നമ്മുടെ ബ്രഞ്ച് ബ്രേക്ക് വരുന്നത്. മേ ബി ഐ തിങ്ക് അറൗണ്ട് 11:15 11:30 ആ ഒരു ടൈമാണ് ബ്രേക്ക് വരുന്നത്. സോ ബ്രേക്ക് ടൈം വന്നപ്പോഴത്തേക്ക് ഞാൻ ഇത് കൺഫേം ചെയ്ത് അങ്ങനെ ഇവൾ എന്നെയും വിളിച്ചിട്ട് നമുക്ക് സ്റ്റാഫ് റൂമിൽ പോയി ടീച്ചറിൻ്റെ അടുത്ത് പറയാമെന്ന് പറഞ്ഞു. സോ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ ഇതായിരുന്നു. അവൾ ഫസ്റ്റ് നീ പോകുന്നു പറയുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കൂടെ വരൂ പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൻഡ് ഐ വാസ് നോട്ട് മച്ച് വെൽ ഓൾസോ. അപ്പോൾ അങ്ങനെ ഇവൾ തന്നെ ടീച്ചറിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു. ഇപ്പോൾ ടീച്ചറിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞപ്പോൾ ടീച്ചർ ഫസ്റ്റ് വിചാരിച്ചു ഓക്കെ പീരീഡ്സ് ലൈക്ക് പീരീഡ്സ് ആവുന്ന നോർമലാണല്ലോ, എല്ലാ മന്തും എല്ലാവർക്കും വരുമല്ലോ, അതിനിപ്പോൾ വീട്ടിൽ പോകേണ്ട കാര്യം എന്താ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞപ്പോഴാണ് ആക്ച്വലി പുള്ളിക്കാർ അല്ല ടീച്ചർ ഫസ്റ്റ് ടൈമാണ് പുള്ളിക്കാരിക്ക് ലൈക്ക് അപ്പോൾ ഷീ വാസ് ലൈക്ക് ടീച്ചറോട് ഫസ്റ്റ് ടൈമോ പോയി അടങ്ങി ഒതുങ്ങി വല്ലയിടത്ത് ഒതുങ്ങിയിരിക്കും വെച്ചേ, എന്നിട്ട് വീട്ടിൽ നമ്പർ വിളിച്ച് പറയട്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഐ തിങ്ക് എൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ച് ID കാർഡ് ഞാൻ ഊരി കൊടുത്തു, അതിലിപ്പം ഫോൺ നമ്പർ ഉണ്ടല്ലോ. സോ നമ്മുടെ പ്രിൻസിപ്പളുടെ റൂമിൽ പോയി ഫോൺ വിളിച്ച് പറഞ്ഞു. ആൻഡ് എന്നിട്ട് ക്ലാസ്സിലൊക്കെ പോയി, ക്ലാസ്സിലാണോ ഞാൻ ഇരുന്നത് അതോ പുറത്താണോ അതെനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ഒതുങ്ങിയിരിക്കാൻ പറഞ്ഞു. ആൻഡ് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മമ്മയും ചിറ്റയും കൂടിയാണ് എന്നെ പിക്ക് ചെയ്യാൻ വന്നത്. ഐ തിങ്ക് അച്ഛൻ വർക്കിലായിരുന്നു. സോ അച്ഛൻ വീട്ടിൽ വിളിച്ച് പറയുമ്പോഴത്തേക്ക് പിന്നെ എന്നെ അടുത്ത് പിക്ക് ചെയ്യാൻ വരാനുള്ള വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് അമ്മമ്മയും ചിറ്റയും കൂടിയിട്ടാണ് എന്നെ പിക്ക് ചെയ്യാൻ വന്നത് കാറിൽ. സോ അപ്പോൾ ചിറ്റ വന്നപ്പോഴത്തേക്കും കുറേ പേർക്ക് അറിയത്തില്ല എൻ്റെ അമ്മയാണോ എന്നുള്ളത്. അപ്പോൾ കുറേ പേര് ചോദിച്ചു അമ്മയാണോ ഞാൻ അല്ലടാ എൻ്റെ ചിറ്റയാണ്, അമ്മയുടെ സിസ്റ്ററാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അങ്ങനെ ഞാൻ ബാഗൊക്കെ തൂക്കി എന്നെ വിളിച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും ചാറ്റൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെ വീട്ടിൽ പോയി. സോ വീട്ടിൽ വരുന്ന വഴിക്ക് ചിറ്റയ്ക്ക് ഒരു ഇതുണ്ട് ഓക്കെ അമ്മ അടുത്തില്ല. അപ്പോൾ ഷീ വാസ് ലൈക്ക് സോ ഫോണ്ട് ഓഫ് മീ. അപ്പോൾ ചിറ്റൻ്റെ അടുത്ത് പിക്ക് ചെയ്യാൻ വന്നപ്പോഴും ചോദിച്ചു മക്കളെ വയറുവേദന ഉണ്ടോ നീ ഓക്കെ ആണോ. അപ്പോൾ ഞാൻ കുഴപ്പമില്ല, ബിക്കോസ് ആ സമയത്ത് ഓക്കെ ലൈക്ക് ടോളറബിൾ ആണ്, ഞാൻ ടോളറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിറ്റോ നിനക്ക് കഴിക്കാൻ എന്ത് വേണം, അപ്പോൾ എനിക്ക് ഒരുമാതിരിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ എന്തെങ്കിലും ജ്യൂസ് വാങ്ങിക്കാമെന്നുണ്ട്. ചിറ്റ എനിക്ക് ഒരു മുസംബി ജ്യൂസൊക്കെ മേടിച്ച് തന്നു. അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് വീട്ടിൽ വന്ന് ഞാൻ ഹാളിൽ സോഫയിൽ ഇരിക്കുമായിരുന്നു. ഡ്രസ്സൊക്കെ മാറ്റി യൂണിഫോമൊക്കെ മാറ്റി ഫ്രഷ്നപ്പ് ആയിട്ട് ഞാൻ സോഫയിൽ ഇരിക്കുമായിരുന്നു. അപ്പോൾ വീട്ടിൽ ആരും ഇല്ല കേട്ടോ, ഞാനും അമ്മയും ചിറ്റയും ഉണ്ട്. ചിറ്റ ഐ തിങ്ക് കുറച്ച് നേരം നിന്നിട്ട് പോയിന്ന് തോന്നുന്നു. സോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛനും ലൈക്ക് ചടങ്ങ് കാര്യങ്ങൾ ഇങ്ങനത്തെ കുറേ ഉണ്ടല്ലോ, അതപ്പോൾ അച്ഛൻ അറിയണമെന്നില്ലല്ലോ, ഒരുപാട് ഐഡിയ ഇല്ല. സോ അച്ഛൻ്റെ 3 സിസ്റ്റേഴ്സാണ്. അപ്പം അച്ഛൻ അവരെ ഇൻഫോം ചെയ്തു. ആൻഡ് ഒരു മാമിയാണ് നമുക്ക് ഏറ്റവും അടുത്തുള്ളത്, മറ്റേ 2 പേരും ചാലക്കുടിയിലായിരുന്നു ആ സമയത്തൊക്കെ. സോ അങ്ങനെ പറഞ്ഞു. അങ്ങനെ അച്ഛൻ തന്നെ വർക്ക് കഴിഞ്ഞ് വന്ന് മാമിയെ പിക്ക് ചെയ്തുകൊണ്ട് ഒരു ഉച്ച കഴിഞ്ഞൊരു ആ ടൈമൊക്കെ അപ്പോൾ വീട്ടിൽ വന്നു. ഞാൻ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചു, ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഇരുന്നപ്പോഴത്തേക്ക് അവരെത്തി. അപ്പോൾ മാമി അവിടെ നിന്ന് മുറ്റത്തുനിന്ന് എന്നെ കണ്ട് കയറി വന്നപ്പോഴേ പറഞ്ഞു നീ വെളിയിരിക്കുകയാണോ, പോയി മുറിക്കകത്ത് പോയിരി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് നമ്മളന്ന് കുഞ്ഞാണ് അല്ലേ, നമ്മൾ 7ാം ക്ലാസ് പഠിക്കുന്ന കുഞ്ഞാണ്. സോ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഐഡിയ ഇല്ലല്ലോ. അപ്പം അതിൽ ഐ വാസ് ലൈക്ക് എന്തോ പോലെ. ആൻഡ് മൊത്തത്തിലൊരു സങ്കടം ഉണ്ടായിരുന്നു എല്ലാം കൂടെ. അപ്പോൾ അതിൻ്റെ നമുക്ക് ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ കൂടി പറയുമ്പോഴേ എന്താ പറയുക, വി ഫീൽ ലൈക്ക് ഭയങ്കര ഒരു എനിക്കതെങ്ങനെ എന്ത് പറയണമെന്ന് അറിയില്ല. സോ എനിക്ക് സങ്കടവും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം അങ്ങനെ ഞാൻ മുറിയിൽ പോയിരുന്നു. പിന്നെ ലൈക്ക് അറൗണ്ട് ഈവനിങ് ആ ഒരു സന്ധ്യ ടൈമൊക്കെ ആയപ്പോഴത്തേക്കും മഞ്ഞളൊക്കെ തേച്ച് കുളിപ്പിക്കണം, അങ്ങനെ സംഭവമായിട്ട് കുറേ ചടങ്ങും കാര്യമൊക്കെ ഉണ്ടല്ലോ. സോ അങ്ങനെ എന്നെ ലൈക്ക് കുളിപ്പിച്ചു. പുതിയ ഡ്രസ്സല്ല എൻ്റെ ഉള്ളിൽ തന്നെ നല്ല ഒരു പട്ടുപ്പാവട പോലത്തെ ഒരു ഡ്രസ്സ് ഇടിപ്പിച്ചു. അതൊക്കെ ഇട്ട് വിളക്ക് കത്തിച്ച് അതൊക്കെ ചെയ്തിട്ട് തന്നെ മറ്റേ മുറിയിൽ ഒരു മൂലയ്ക്ക് കൊണ്ടിരുത്തി. ദെൻ മറ്റേ മാവ് സാധനങ്ങൾ ഇങ്ങനെയൊക്കെ ഓരോന്നോ തരുമല്ലോ, അപ്പോൾ അതൊക്കെ തുടങ്ങി ഓരോരുത്തർ തരാനൊക്കെ തുടങ്ങി. ദെൻ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ചേട്ടൻ ആക്ച്വലി വീട്ടിലോട്ട് എത്തുന്നത്. സോ പുള്ളിക്കാരനതൊന്നും അവെയർ അല്ലായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ പുള്ളിക്കാരൻ വന്നപ്പോഴത്തേക്ക് പിന്നെ ലൈക്ക് മുറിക്കകത്ത് കയറിക്കൂടി ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ചേട്ടൻ വന്നിട്ടിങ്ങനെ ഇതൊക്കെ എന്താണെന്നുള്ളതിൽ ആദ്യം ഇങ്ങനെ നിന്നപ്പോഴാണ് മാമന്മാർ അവള് എൻ്റെ അനിയത്തി ഇങ്ങനെ ആയോ കേട്ടോ വലിയ കുട്ടിയായി അങ്ങനെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ പറയുമല്ലോ. അപ്പോൾ അവൻ ഫസ്റ്റ് ഓഫ് ഓൾ അതിങ്ങനെ ഒരു എന്താണിച്ച് ഓക്കെ എന്നുള്ള ഒരു രീതിയിലായിരുന്നു ചേട്ടനും. അപ്പോൾ അങ്ങനെ ചേട്ടൻ അങ്ങനെയൊക്കെ നോക്കിയിട്ട് ചേട്ടൻ അങ്ങ് പോയി. അപ്പോൾ പിന്നെ ഞാൻ മുറിക്കാത്ത തന്നെയാണ്. പിന്നെ ലൈക്ക് അറിയാമല്ലോ നോർമൽ ആ ഒരു 7 days ഇതുപോലെ രാവിലെ എണീക്കുമ്പോൾ തന്നെ പച്ചമുട്ട നല്ലെണ്ണ മാവ് ഓരോന്നായിട്ട് കൊണ്ട് തരുമല്ലോ, എവറിത്തിങ് ആ 7 ദിവസം ലൈക്ക് ഇൻ റൂം. സോ നമുക്ക് ചിലതൊക്കെ ഈ പച്ചമുട്ടയും നല്ലെണ്ണയൊക്കെ രാവിലെ പല്ലിക്കുന്നതിന് മുമ്പ് തന്നെ കൊണ്ട് ചെയ്തിട്ടാണ് ബാക്കി കാര്യങ്ങൾ. കഷ്ടപ്പെട്ട് കുടിക്കുമായിരുന്നു. ബട്ട് ഒരു വോമിറ്റിംഗ് ടെൻഡൻസികളൊക്കെ നമുക്ക് തോന്നില്ല, എല്ലാവർക്കും അറിയാമായിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നവർക്ക്. സോ പക്ഷേ അത് കഴിഞ്ഞ് ഈ മാവ് തരുന്നത് തന്നെ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലൊക്കെ തരുമായിരുന്നു. അപ്പോൾ എനിക്ക് അതൊക്കെ കഴിക്കണം, മറ്റേ ശരീരം മറ്റേ പുഷ്ടിക്കണം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്
അപ്പോൾ ഐ വാസ് ലൈക്ക് നീ കുറച്ച് കഴിക്കുമായിരുന്നു, കുറച്ച് നീ കഴിക്കാൻ പറ്റത്തില്ല. സോ അത് തിരിച്ചു കൊണ്ട് കൊടുത്താലും മാമിമാർ സമ്മതിച്ച് തരത്തില്ല, അല്ലെങ്കിൽ ഒരുമാരൊക്കെ പറയുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ സമ്മതിച്ചിട്ടില്ല, കഴിച്ചേ പറ്റുമെന്ന് പറയും. സോ ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ, എൻ്റെ റൂമിൽ ഒരു വിൻഡോ ഉണ്ട്. സോ ഞാൻ കുറച്ച് കഴിച്ചിട്ട് ഇവരങ്ങോട്ട് മാറുന്ന ടൈമിൽ ഞാൻ നോക്കി വെച്ചിട്ട് പതുക്കെ ഈ ജനൽ വഴി സൺഷൈഡ് വഴി താഴോട്ട് അങ്ങോട്ട് എറിയും. എന്നിട്ട് കഴിച്ച് ചേർത്ത് എൻ്റെ പ്ലേറ്റോടെ വെച്ചിരിക്കും. സോ അല്ലാണ്ട് പറ്റത്തില്ലായിരുന്നു. ഫുഡ് വേസ്റ്റ് ചെയ്യുന്നത് ശരിയല്ല കേട്ടോ, തമാശയ്ക്ക് പറയുമ്പോൾ. ബട്ട് സ്റ്റിൽ ആ സമയത്ത് നമുക്കെല്ലാം കൂടി അതുകൊണ്ടാണ്. സോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, ലൈക്ക് ഫണ്ണി തിങ്സ് ഇപ്പോൾ ആലോചിക്കുമ്പോൾ. ദെൻ ചടങ്ങിൻ്റെ ഡേ വന്നപ്പോഴത്തേക്കും ഇതുപോലെ എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ എനിക്കാണെങ്കിലും അച്ഛനാണെങ്കിലും ചിലർ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യും എല്ലാവരെയും വിളിച്ച്. അപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമില്ലായിരുന്നു കേട്ടോ. ഐ വാസ് നോട്ട് ഓക്കെ. നോർമലായിട്ട് ചെയ്യണം എന്ന് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. സോ നമ്മുടെ ഏറ്റവും അടുത്ത റിലേറ്റീവ്സിനെ വിളിച്ച് ഇതുപോലെ ഫുഡ് കാര്യങ്ങൾ ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അന്നത്തെ നമ്മുടെ ഏജ് അതായതുകൊണ്ട് എനിക്ക് ഹാഫ് സാരിയൊക്കെ കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പം ലൈക്ക് ചടങ്ങിന് പുതിയ ഡ്രസ്സ് എടുക്കണമല്ലോ. അപ്പം ആദ്യം നമ്മുടെ ദേഹത്ത് ഈ കുളത്തിൽ വെള്ളം മഞ്ഞളും മറ്റു വെള്ളമൊക്കെ ഒഴിക്കുമ്പോഴത്തേക്ക് ഇടാണ്ട് ഡ്രസ്സും അത് കഴിഞ്ഞ് റെഡിയാവുന്ന ഡ്രസ്സ്. അപ്പോൾ ആദ്യം അപ്പോൾ ഡ്രസ്സ് ഇതുപോലെ എടുക്കണമെന്ന് ചോദിച്ചപ്പോൾ എന്തെടുക്കണം എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് ഹാഫ് സാരി വേണോ പട്ടുപാവാട വേണോ. അപ്പോൾ ലൈക്ക് നോർമലി പട്ടുപാവാടയിലാണല്ലോ എല്ലാവരും പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ തലയിൽ വെള്ളം ഒഴിച്ചിരിക്കുന്നതിനൊരു പട്ടുപാവാടയും അല്ലാണ്ട് ചടങ്ങിന് ഇരിക്കുമ്പോൾ ഹാഫ് സാരി എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു. സോ ഐ തിങ്ക് ഫസ്റ്റ് ഇട്ടത് ഒരു റെഡ് കളർ പട്ടുപാവാടയാണ് കേട്ടോ. എനിക്ക് ആക്ച്വലി ഇതിൻ്റെ എല്ലാ ഫോട്ടോസ് ഉണ്ടായിരുന്നു. പഴയ ഒരു കുഞ്ഞ് ലാപ്ടോപ്പ് കൊടുത്തിരുന്നില്ലായിരുന്നു, അതെല്ലാം ഇപ്പോൾ മിസ്സായിപ്പോയി. റിയലി മിസ് ദാറ്റ്. പക്ഷെ അതൊക്കെ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു തന്നെ. എനിക്കിപ്പം എന്ത് ചെയ്യാൻ ഗൈസ്, എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്, പക്ഷെ ഇല്ല. സോ ഒരു റെഡ് പട്ടുപാവാട എനിക്ക് അമ്മമ്മ മേടിച്ച് തന്നേനെ കേട്ടോ. അമ്മമ്മ ഐ തിങ്ക് പക്ഷേ അത് ഇതിന് മുമ്പേ മേടിച്ചതാണ്, പക്ഷേ ഞാൻ പുതിയതായിട്ട് തന്നെ ഇരുന്നു, ഉപയോഗിച്ചിട്ടില്ലായിരുന്നു, കുറച്ചാൾ മുമ്പ് മേടിച്ചതാണ്. സോ അതുകൊണ്ട് അത് പുതുതായിട്ട് മേടിച്ചില്ല, ഹാഫ് സാരിയാണ് മേടിച്ചത് പുതുതായിട്ട്. സോ അതും ഒരു യെല്ലോ ബ്ലൗസ്, യെല്ലോ സ്കേർട്ട് ആൻഡ് നമ്മുടെ കാപ്പിപ്പൊടി കളർ, കടും ബ്രൗൺ കളർ, കോഫി ബ്രൗൺ കളർ ദുപ്പട്ടയായിരുന്നു ഹാഫ് സാരിയുടെ, ദാവണിയുടെ കളർ. ഇറ്റ് വാസ് ഓൾസോ സോ നൈസ്. അപ്പോൾ അങ്ങനെ എല്ലാവരും വന്നു, ചടങ്ങ് കാര്യങ്ങളൊക്കെ ചെയ്തു, ഫുഡൊക്കെ കഴിച്ചു, എല്ലാവരും മടങ്ങി. ഇറ്റ് വാസ് ഗുഡ്. ഇതിൻ്റെ ഇടയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പീരീഡ്സ് ആയി അന്ന് ആ സ്കൂൾ വിട്ട് ഞാൻ തിരിച്ച് വന്നപ്പോൾ മാമി മുറിക്കകത്ത് കയറി പോകണമെന്ന് പറയുന്നത്. മുറിക്കകത്ത് കയറിയ സമയത്ത് അച്ഛൻ അമ്മയെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് തന്നു. കാരണം അമ്മയുടെ അടുത്ത് സംസാരിച്ചില്ലല്ലോ. അപ്പോൾ അമ്മയെ വിളിച്ച് എൻ്റെ അടുത്ത് ഫോൺ തന്നു. ഞാൻ അമ്മയുടെ അടുത്ത് ഫോണിൽ ആദ്യത്തെ 2-3 സെൻറ്റൻസൊക്കെ ഞാൻ ഹലോ പറഞ്ഞിട്ട് പിന്നെ ഞാൻ ആക്ച്വലി ഒന്നും മിണ്ടിയിട്ടില്ല അമ്മയുടെ അടുത്ത്. എനിക്കറിയത്തില്ല അമ്മ ആ സമയത്ത് അത് എങ്ങനെ എടുത്തു എന്ന്. സ്റ്റിൽ എനിക്ക് സംസാരിക്കുമ്പോൾ അത് എന്തോപോലെ വരുന്നുണ്ട്. സ്റ്റിൽ ഐ ആം ഗെറ്റിംഗ് ഇമോഷണൽ. എനിക്കറിയത്തില്ല, ഞാൻ കുഞ്ഞല്ലേ. സോ അമ്മ അടുത്തില്ല എന്നുള്ളൊരിത് എനിക്കുണ്ട്. ആൻഡ് അമ്മയുടെ സംസാരിക്കുമ്പോൾ അമ്മ ആക്ച്വലി എങ്ങനെയുണ്ട് മക്കളെ, നീ ഓക്കെ ആണോ, എങ്ങനെയൊക്കെ ചെയ്യണേ. സോ ഐ വാസ് ലൈക്ക് ഓക്കെ, ഇത് തന്നെയായിരുന്നു എൻ്റെ റിപ്ലൈ. ആൻഡ് പിന്നെ ഞാൻ ഒന്നും പറഞ്ഞില്ല. പതുക്കെ അച്ഛന് ഫോൺ കൊടുത്ത് ഞാനങ്ങ് പൊട്ടിക്കരയൊക്കെ ആയിരുന്നു. സോ അതും ഇതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. ദെൻ ലൈക്ക് എവറിത്തിങ് വാസ് ഓക്കെ. അപ്പോൾ പിന്നീട് എല്ലാം വാസ് ഓക്കെ കേട്ടോ. പിന്നീട് അങ്ങനെ പ്രത്യേകിച്ച് എന്താ പറയുക പ്രശ്നങ്ങളും കാര്യങ്ങളും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഓഫ് കോഴ്സ് അമ്മ മിസ്സിങ് വാസ് ദെയർ, ബട്ട് സ്റ്റിൽ ബാക്കി എല്ലാ കാര്യവും വാസ് കൂൾ, എവറിത്തിങ് വാസ് ഓക്കെ. സോ യെസ്, അപ്പോൾ അതായിരുന്നു പീരിയഡ് സ്റ്റോറി, മൈ ഫസ്റ്റ് പീരിയഡ് സ്റ്റോറി. കൊള്ളാം കേട്ടത്. സജസ്റ്റ് ചെയ്ത നമ്മുടെ സബ്സ്ക്രൈബറിനും താങ്ക് യു സോ മച്ച്. ബിക്കോസ് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ കുറേ വർഷം മുന്നുള്ള കാര്യങ്ങൾ ഓർത്ത് സംസാരിക്കുമ്പോൾ ദാറ്റ്സ് ഓൾസോ കൈൻഡ് ഓഫ് കുറേ ഫണ്ണി കാര്യങ്ങൾ, കുറേ ഹാപ്പി കാര്യങ്ങൾ, കുറേ ഇമോഷണൽ കാര്യങ്ങൾ, വെരി നൊസ്റ്റാൾജിക്. എനിവേസ്, സോ അതായിരുന്നു കുഞ്ഞ് സ്റ്റോറി. ഇതിപ്പോൾ സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് 1/2 മണിക്കൂർ കൂടുതലായിട്ടോ. ഞാൻ എഡിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് എത്രയാവുമോ നോക്കട്ടെ. എനിവേസ്, സോ അതായിരുന്നു എൻ്റെ സ്റ്റോറി. സോ ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് വാച്ചിങ് ദിസ് വീഡിയോ. ആൻഡ് അപ്പോൾ ഇനി എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കമൻറ്റ് ചെയ്ത് പറയുക. സോ ഈ വീഡിയോ ഇത്രയും ദൂരം നിങ്ങൾ കണ്ടു എന്നുണ്ടെങ്കിൽ അതിന് ബിഗ് താങ്ക്സ് ഞാൻ പറയുകയാണ് കേട്ടോ. എനിവേസ്, സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് മറ്റ് വീഡിയോസായിട്ടൊക്കെ കാണാം. സോ അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടും ബ്ലെസ്ഡ് ആയിട്ടും ഒക്കെ ഇരിക്കുക. ടേക്ക് കെയർ. സോ till then, bye.